ഖത്തറിലെ രീതി പ്രകാരം അവിടുത്തെ നോൺ റെസിഡന്റിന് നമ്മൾ ഇവിടെ ടാക്സ് ചെയ്യുമ്പോൾ ഇത്ര ശതമാനം ഡിഡക്ഷൻ സെപ്പറേറ്റ് കിട്ടും, അങ്ങനെ എന്തെങ്കിലും? നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസുമായിട്ടും ഇന്ത്യക്ക് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ DTA ഉണ്ട്, ഇപ്പൊ ഖത്തർ ആയാലും അല്ലാതെ സിംഗപ്പൂർ ആയാലും UAE ആയാലും ഒരുപാട് കൺട്രീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് അവിടെ ആ ട്രീറ്റിയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഈ ഡബിൾ ടാക്സേഷൻ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ചില കാര്യത്തിൽ പറയും അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു വരുന്നുള്ളൂ, അതായത് ഒരു 2-3 ടൈപ്പിലാണുള്ളത്. ഒന്നുകിൽ ഐദർ ഓർ എന്നുള്ള സ്ഥലത്ത്, അതായത് ഇവിടെ ടാക്സ് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ടാക്സ് ഇല്ല എന്നുള്ള ആംഗിളിൽ ചില കാര്യങ്ങളുണ്ടായിരിക്കും. ചില കേസിൽ ഇവിടെ അടച്ച ടാക്സ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, റിലാക്സ് ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ അവിടെ അടച്ച ടാക്സ് ഇവിടെ റിലാക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിന്റെ ഒരു കോർ ഇങ്ങനെയാണ് പോവുക, ഐദർ ഓർ എന്നുള്ളൊരു ഇതിലുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അടച്ച ടാക്സ് ചിലപ്പോൾ അവിടെ, അല്ലെങ്കിൽ അവിടെ അടച്ച ടാക്സ് ഇവിടെ നമുക്ക് റിലാക്സ് ചെയ്ത് കിട്ടും. ഇങ്ങനെ ഒരു ആംഗിളിൽ ആണ് കാര്യങ്ങൾ പോകുന്നത്.